സോ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് യൂണീക്ക് വാല്യൂസ് മാത്രം സ്റ്റോർ ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഉള്ള IDs പോലുള്ള കാര്യങ്ങൾക്കൊക്കെ സൂപ്പർ യൂസ്ഫുൾ ആണ് സെറ്റ് വെച്ചിട്ട്. കാരണം IDs ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവില്ലല്ലോ, അതൊക്കെ യൂണീക്ക് ആയിരിക്കുമല്ലോ. സോ നമ്മൾ സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക്കലി ഒരു കീവേഡ് യൂസ് ചെയ്യും. ന്യൂ സെറ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ സോ കോൺസ്റ്റ് ID ഈക്വൽ ടു ന്യൂ സെറ്റ്. ഓക്കെ, നമുക്ക് ആദ്യം എംപ്റ്റി സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ആദ്യം എംപ്റ്റി സെറ്റ് ക്രിയേറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്തു. സോ നമ്മൾ കൺസോളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. സെറ്റ് ഇവിടെ ഉണ്ട്, പക്ഷേ ഇത് എംപ്റ്റി ആണെന്ന്, സെറ്റിൽ എംപ്റ്റി ആണ്, ഒന്നുമില്ല നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ സെറ്റ് ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ ബേസിക്കലി അറേ അല്ലെങ്കിൽ അനദർ സെറ്റ് അല്ലെങ്കിൽ നോഡ് ലിസ്റ്റ് പോലുള്ള ഐറ്ററബിൾ ആണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ അറേ ആയിട്ട് തന്നെ കൊടുക്കാം സെറ്റിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഒരു അറേ പാസ് ചെയ്തിട്ട് ഞാനിവിടെ 1 2 3 എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, എന്നിട്ട്